നമസ്തേ. കേരളത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത് ഇപ്പോൾ ഒരു സാധാരണ സംഭവമായിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് ആനയുടെയും കാട്ടുപോത്തിൻ്റെയും ആക്രമണത്തിൽ മനുഷ്യർ മരിക്കുകയുണ്ടായി. അത് വലിയ പ്രശ്നമായി. ജനങ്ങൾ വളരെ ആവേശത്തിലുള്ള പ്രതിഷേധത്തിലുമാണ്. അവരെ എന്തെങ്കിലും നഷ്ടപരിഹാരം എന്തെങ്കിലും തുക കൊടുത്തോ വീട്ടിലംഗത്തിനൊരു ജോലി കൊടുത്തോ നമുക്ക് ശാന്തരാക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ താമരശ്ശേരി ബിഷപ്പ് വളരെ രൂക്ഷമായ ഭാഷയിൽ കേരള സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ്. പറയാൻ പാടില്ലാത്ത പലതും അദ്ദേഹം കയറി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പണ്ടും ഇതുപോലൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരായിട്ടുള്ളൊരു സമരത്തിൽ അദ്ദേഹം അതിര് കവിഞ്ഞുള്ള വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഭരണമൊന്നും ഒരു ബിഷപ്പിനും ഏറ്റെടുക്കാൻ പറ്റില്ല. ഭരണം നിയമപ്രകാരം നടക്കേണ്ടതാണ്. അതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാരുണ്ട്, അവർ അധികാര സ്ഥാനങ്ങളുണ്ട്. അവർ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം. കോടതി വഴിയാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ ചെയ്താൽ എത്ര വലിയ ബിഷപ്പാണെങ്കിലും നിയമ നടപടിക്ക് വിധേയനാകേണ്ടി വരും. അത് ബിഷപ്പ് ഓർത്തിരിക്കണം. ഒരു ഭരണ സംവിധാനത്തെ, ഒരു ഭരണകൂടത്തെ സ്വന്തം ശക്തി കൊണ്ട്, കുഞ്ഞാടുകളുടെ ശക്തി കൊണ്ട് തീർത്ത് കളയാം, അല്ലെങ്കിൽ അവരെ വെല്ലുവിളിച്ച് കളയാം എന്ന് ബിഷപ്പിനൊരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ബിഷപ്പ് നിയമം മനസ്സിലാക്കുക. വന്യജീവികളെ ആക്രമിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, അത് ഷെഡ്യൂൾഡ് ആനിമൽസിനെ ഒന്നും കൊല്ലാൻ പാടില്ല എന്ന് വന്യജീവി നിയമത്തിൽ പറയുന്നുണ്ട്. എന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയോ മറ്റുള്ള ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയോ ഒരാൾക്ക് വന്യജീവികളെ കൊല്ലാം. അങ്ങനൊരു അവകാശം, അങ്ങനെ കൊല്ലുന്ന ഒരു കുറ്റകൃത്യമല്ലെന്ന് പ്രത്യേകിച്ച് 1972 വന്യജീവി നിയമത്തിലെ 11-ാം വകുപ്പ് 2-ാം ഉപവകുപ്പിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് വന്യജീവി സംരക്ഷണ ഉദ്യോഗസ്ഥന്മാർ പൊതുജനങ്ങളെ തെര്യപ്പെടുത്തേണ്ടതാണ്. പൊതുജനങ്ങളെ അല്ലെങ്കിൽ നിയമമറിയാവുന്ന അഡ്വക്കേറ്റുമാർ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. ഒരു വന്യജീവി പോകട്ടെ, ഒരു മനുഷ്യൻ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. ആ രക്ഷയ്ക്ക് വേണ്ടി അയാളെ കൊല്ലണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. അതിനെ ഇന്ത്യൻ പീനൽ കോഡ് അനുവദിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ അവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അല്ല ഭരണകൂടത്തെ വെല്ലുവിളിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. നിങ്ങളങ്ങനെ ആത്മരക്ഷയ്ക്കുള്ള അവകാശം ഉപയോഗിക്കുമ്പോൾ വന്യജീവി നിയമപ്രകാരം നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന അവസ്ഥയിലാകരുത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ അത് വനാതിർത്തിക്ക് പുറത്താണെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും അപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ വീട് വന്ന് ഒരു ആനയെ ആക്രമിച്ചാൽ നിങ്ങളുടെ ജീവൻ അത് ഭീഷണിയാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനയെ തുരത്താം, ആനയെ കൊല്ലുക വരെ ചെയ്യാം. നിങ്ങളുടെ ജീവന് ഭീഷണിയാകുമെങ്കിൽ. പക്ഷേ സ്വത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് ആനയെയോ അതുപോലെ ഷെഡ്യൂൾ 1, 2 എന്നിവയിൽപ്പെട്ട ജീവികളെയോ കൊല്ലാൻ നമുക്ക് അവകാശമില്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊല്ലാം. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. താമരശ്ശേരി ബിഷപ്പ് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ നിയമം അറിയാവുന്ന വക്കീലന്മാർ, അവരോട് ചോദിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. അതനുസരിച്ച് തൻ്റെ അനുയായികളെ ഉപദേശിക്കണം. അല്ലാതെ ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ നടക്കരുത്. നിങ്ങൾ ഭരണം ഏറ്റെടുക്കും, കാടിൻ്റെ പ്രദേശത്തെ ഭരണം നിങ്ങളുടെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞതായിട്ടാണ് വാർത്തകളിൽ ഇപ്പോൾ ഞാൻ കണ്ടത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭരണകൂടത്തിനും ഒരു രാജ്യത്തിനും വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇനി മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ദൗർബല്യം മൂലം കേരള സർക്കാർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബിഷപ്പ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ബിഷപ്പ് ഈ നിയമം അനുസരിച്ച് ചെയ്യട്ടെ. സ്വയരക്ഷയ്ക്ക് ആളുകൾക്ക് വന്യമൃഗങ്ങളെ കൊല്ലാമെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്താൽ പോരെ?
നിങ്ങൾ ആ നിയമം എടുത്ത് വെച്ച് വായിച്ചു നോക്ക്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളത് എന്നെ തിരുത്തുക. എന്തുകൊണ്ട് ഇത് ജനങ്ങളെ ഈ കാര്യം പറഞ്ഞും ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അതിശയം. ഒരുപക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വന്യജീവി വേട്ടയ്ക്ക് വഴി തുറക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ജീവനല്ലേ ഏറ്റവും വലുത്. അപ്പോൾ അതിന് സുരക്ഷ ഉറപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും അത് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിയമം അനുസരിച്ച് തന്നെ നമുക്കതിന് ഒരവകാശമുള്ളപ്പോൾ നമ്മളത് വിനിയോഗിക്കുക. അതിന് പകരം സർക്കാരിനെ വെല്ലുവിളിച്ച് നിയമം കയ്യിലെടുത്ത് ഭരിച്ചു കളയാമെന്ന് ആരും വിചാരിക്കരുത്. നന്ദി, നമസ്കാരം.